അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ചരിത്രം കുറിച്ച വിശ്വാസ മഹാസംഗമം ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ട് പിന്നിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രയാണം പുതിയൊരു ചരിത്ര തീരമണഞ്ഞു. കാസർഗോഡ് കുനിയയിലെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിൽ അലയടിച്ച ജനലക്ഷങ്ങളുടെ സാന്നിധ്യം സമസ്തയെന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ അജയ്യത ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി വിളിച്ചോതി. ആദർശ വിശുദ്ധിയുടെ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം സംഘശക്തിയുടെ അജയ്യത അത്യുച്ചത്തിൽ ഉദ്ഘോഷിക്കുകയാണ്. കാലത്തിൻ്റെ അനിവാര്യതയും ചരിത്രത്തിൻ്റെ കരുതിവെപ്പുമായി ഒരു നൂറ്റാണ്ട് മുമ്പ് രൂപീകൃതമാകുമ്പോൾ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും മാത്രമായിരുന്നു. പൂർവ സൂരികളുടെ കൈമുതൽ നിഷ്കളങ്കതയുടെ മേൽ അസ്ഥിവാരമിട്ടതൊന്നും നിഷ്ഫലമാകില്ലെന്ന് മഹാദ്വചനത്തിൻ്റെ അകമ്പൊരുളായിരുന്നു പിന്നീടുള്ള സമസ്തയുടെ പ്രയാണം. ത്യാഗങ്ങളുടെ പൂമാലകളും പ്രതിസന്ധികളുടെ തീക്ഷ്ണാനുഭവങ്ങളും അവസരങ്ങളുമായി മാറിയപ്പോൾ ഉഗ്രപ്രതാപികളായ നേതൃത്വത്തെ സമസ്തക്ക് വരദാനമായി ലഭിച്ചു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന പ്രഥമ അധ്യക്ഷൻ മുതൽക്ക് ആ പരമ്പര ഒരിടർച്ചയും അനുഭവിക്കാതെ വർത്തമാനകാലത്തിൽ എത്തി നിൽക്കുകയാണ്. കാലത്തിനനുസരിച്ച് കർമ്മപദ പ്രവൃത്തികളും പ്രവർത്തന രീതികളുമായി കാലുഷ്യത്തിൻ്റെ ഈ കാലത്തും സമുദായത്തിന് തണുപ്പും തണലും നൽകി ശാന്തമായി എന്നാൽ സമൃദ്ധമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സംഘടനയുടെ പ്രൗഢി പൂർണ്ണാർത്ഥത്തിൽ പ്രതിഫലിപ്പിച്ചാണ് 100-ാം വാർഷിക മഹാസമ്മേളനം കുനിയയിൽ പരിസമാപ്തിയിലേക്കെത്തിയത്. സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ശതാബ്ദിയുടെ പ്രതീകമായി 100 പതാകകൾ കുനിയയുടെ നീലാകാശത്തേക്ക് ഉയർന്നപ്പോൾ ഒരു പതിറ്റാണ്ടിനപ്പുറം ആലപ്പുഴയുടെ കടൽ തീരത്തെ സാക്ഷി നിർത്തി ജനലക്ഷങ്ങളെ കോൾമയിൽ കൊള്ളിച്ച് മുസ്ലിം ഉമ്മത്തിൻ്റെ നായകൻ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നടത്തിയ പ്രഖ്യാപനത്തിൻ്റെ കർമ്മസാക്ഷ്യമാവുകയായിരുന്നു. വരക്കൽ മക്കാമിൽ നിന്നെത്തിച്ച പതാകയോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വിശുദ്ധ ഭൂമികയിൽ നിന്നെത്തിച്ച